ഒരു മായാസ്വപ്നത്തിലെന്ന പോലെ നിർമ്മിച്ചു തീർത്ത ക്ഷേത്രം. സാധാരണ കണ്ടുവരുന്ന ക്ഷേത്രങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി പണിതുയർത്തിയിരിക്കുന്ന ക്ഷേത്രഗോപുരങ്ങൾ. ചുവരുകളിലും തൂണുകളിലും ഒരു ശില്പിയുടെ കരവേലകൾ എന്നതിലുപരിയായി ഒരു കലാകാരന്റെ, ഒരു മാന്ത്രികന്റെ കരവേലകൾ പോലെ തോന്നിക്കുന്ന നിർമ്മിതികൾ. ഓരോ ചെറിയ കൊത്തുപണി പോലും എത്തിക്കുന്നത് പറഞ്ഞാൽ തീരാത്ത ചരിത്രങ്ങളിലേക്കും കുറെ കഥകളിലേക്കും. കർണാടകയിലെ ഹലേബിഡുവിലെ ഹൊയ്സാലേശ്വര ക്ഷേത്രം ഇത്തരത്തിൽ അത്ഭുതങ്ങളുടെ ഒരു കൂടാരമാണ്. ആ ഹൊയ്സാല ക്ഷേത്രത്തിന്റെ കഥയുമായിട്ടാണ് ഈ വീഡിയോ. കർണാടകയിലെ ഏറ്റവും മനോഹരമായ ക്ഷേത്രങ്ങളിലൊന്നാണ് ഹലേബിഡുവിൽ സ്ഥിതി ചെയ്യുന്ന ഹൊയ്സാലേശ്വര ക്ഷേത്രം. ഹലേബിഡു ക്ഷേത്രം എന്നും ഇത് അറിയപ്പെടുന്നു. യഥാർത്ഥത്തിൽ ഹൊയ്സാല രാജാക്കന്മാരുടെ തലസ്ഥാന നഗരമായ ഹലേബിഡുവിൽ സ്ഥിതി ചെയ്യുന്നതിനാലാണിത് ഹലേബിഡു ക്ഷേത്രം എന്ന പേരിൽ അറിയപ്പെടുന്നത്. 12ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഈ ക്ഷേത്രം അറിയപ്പെടുന്നതൊരു ശിവക്ഷേത്രമായാണ്. ഹൊയ്സാല ചക്രവർത്തിയായിരുന്ന വിഷ്ണുവർദ്ധ ഹൊയ്സാലയാണ് ഇവിടുത്തെ മനുഷ്യനിർമ്മിതമായ തടാകത്തിന്റെ കരയിൽ ഈ ക്ഷേത്രം ആരംഭിച്ചത്. ക്രിസ്ത്യനെറ 1121 ഇതിന്റെ തുടക്കം. നിർമ്മാണം ഏകദേശം 39 വർഷത്തോളമാണ് നീണ്ടുനിന്നത്. ഒടുവിൽ ക്രിസ്ത്യനെറ 1160 ക്ഷേത്ര നിർമ്മാണം പൂർണ്ണമായും പൂർത്തിയാക്കി. രാജാവിന്റെ പേരിലെ ഹൊയ്സാലയിൽ നിന്നുമാണ് ക്ഷേത്രം ഹൊയ്സാലേശ്വര ക്ഷേത്രമായി മാറുന്നത്. ക്ഷേത്രം നിർമ്മിക്കാനായി എടുത്ത 39 വർഷത്തിനിടയ്ക്ക് തന്നെ ഹൊയ്സാല അതിന്റെ ഏറ്റവും മികച്ചതും ഏറ്റവും മോശം കാലഘട്ടത്തിലൂടെയും കടന്നുപോയിട്ടുണ്ട്. ഡൽഹി മുസ്ലിം ഭരണാധികാരികൾ ക്ഷേത്രത്തെ ആക്രമിച്ചതും ഈ കാലത്ത് തന്നെയായിരുന്നു. 1117 തലക്കാട് യുദ്ധത്തിൽ ചോളന്മാരെ തോൽപ്പിച്ചതിന്റെ ഓർമ്മയ്ക്കായി ഹൊയ്സാല ചക്രവർത്തിയായ വിഷ്ണുവർദ്ധൻ തന്നെയാണ് 11ാം നൂറ്റാണ്ടിൽ ചെന്നകേശവ ക്ഷേത്രം നിർമ്മിക്കുന്നത്. 3 തലമുറകളിലായി 103 വർഷമെടുത്താണ് ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. വിഷ്ണുവിനായാണ് ഈ ക്ഷേത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഹൊയ്സാല രാജവംശത്തിന്റെ കലയും സംസ്കാരവും കൃത്യമായി അടയാളപ്പെടുത്തിയിരിക്കുന്ന മഹത്തായ നിർമ്മിതിയാണ് ചെന്നകേശവ ക്ഷേത്രം. ഈ ചെന്നകേശവ ക്ഷേത്രത്തോട് മത്സരിച്ചാണ് യഥാർത്ഥത്തിൽ ഹൊയ്സാലേശ്വര ക്ഷേത്രം നിർമ്മിക്കുന്നതെങ്കിലും ഒടുവിൽ 2 ക്ഷേത്രങ്ങളും ഹൊയ്സാലയുടെയും കർണാടകയുടെയും ചരിത്രത്തിൽ നിന്നും ഒരിക്കലും മാറ്റി നിർത്തുവാൻ സാധിക്കാത്ത ക്ഷേത്രങ്ങളായി മാറി. ശൈവാരാധനയുടെ കേന്ദ്രമാണെങ്കിൽ പോലും വൈഷ്ണവസത്തിന്റെയും ജൈനസത്തിന്റെയും ഒക്കെ അടയാളങ്ങൾ ഇവിടെ കണ്ടെത്തുവാൻ സാധിക്കും. പല കാര്യങ്ങളിലും ചെന്നകേശവ ക്ഷേത്രത്തിനും ഹൊയ്സാലേശ്വര ക്ഷേത്രത്തിനും സാമ്യങ്ങൾ കണ്ടെത്തുവാനും സാധിക്കും. ഒരു ആരാധനാലയത്തിനു വേണ്ട എല്ലാ പ്രത്യേകതകളും നിറഞ്ഞതാണ് ഹൊയ്സാലേശ്വര ക്ഷേത്രം. പക്ഷേ അതിനെല്ലാം ഉപരിയായി ഒരു ആർട്ട് ഗ്യാലറിയോട് ഈ ക്ഷേത്രത്തെ ഉപമിക്കുവാൻ സാധിക്കും. അത്രയും കലാപരമായാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ചുവരുകളിലും തൂണുകളിലും മേൽക്കൂരയിലുമെല്ലാം 1 ഇഞ്ച് സ്ഥലം പോലും വെറുതെ വിടാതെ എന്തെങ്കിലുമൊക്കെയായി കലാസൃഷ്ടികൾ ഇവിടെയുണ്ട്. അത്യപൂർവമായ പല പ്രത്യേകതകളും ഹൊയ്സാലേശ്വര ക്ഷേത്രത്തിൽ കാണാൻ സാധിക്കും. അതിലൊന്നാണ് ഇവിടുത്തെ ഇരട്ട ക്ഷേത്രങ്ങൾ. ഹൊയ്സാലേശ്വരനായ ശിവനും അദ്ദേഹത്തിന്റെ സ്ത്രീഭാവത്തിനുമായാണ് ഈ ഇരട്ട ക്ഷേത്രങ്ങൾ സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അതായത് ശിവചൈതന്യത്തിലെ സ്ത്രീക്കും ശിവചൈതന്യത്തിലെ പുരുഷനും ഓരോ ക്ഷേത്രങ്ങൾ വീതം ഇവിടെ കാണാൻ പറ്റും. അതിൽ പുരുഷഭാവത്തെ ഹൊയ്സാലേശ്വരൻ എന്നും സ്ത്രീഭാവത്തെ സാന്താളാമ്മ എന്നും വിളിക്കുന്നു. 2ഇടത്തും ശിവലിംഗങ്ങളാണ് ആരാധിക്കുന്നത്. രാജാവിന്റെയും രാജ്ഞിയുടെയും പ്രതീകങ്ങളായും ഈ 2 ക്ഷേത്രങ്ങളെയും കാണുന്നുണ്ട്. 2 ക്ഷേത്രങ്ങൾക്കും ഒരേ വലിപ്പമാണ്. 2ന്റെയും ദർശനം കിഴക്ക് ദിശയിലേക്ക് തന്നെയാണ്. അതിശയകരമായ നിർമ്മാണ രീതികളും ആശയങ്ങളുമാണ് ക്ഷേത്രത്തിന്റെ പുറം ചുവരുകളിൽ കാണുവാൻ സാധിക്കുക. സോപ്പ് സ്റ്റോൺ ആണ് ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിനായി കൂടുതലും ഉപയോഗിച്ചിരിക്കുന്നത്. ചിരിക്കുന്ന ഗണപതിയുടെ ചിത്രം, ദേവദാസികളുടെയും മറ്റു പരിചാരകരുടെയും രൂപങ്ങൾ, വ്യത്യസ്ത തരത്തിലുള്ള ജീവികൾ, ദേവന്മാരും ദേവതകളും എന്നിങ്ങനെ നിരവധി കാഴ്ചകളാൽ സമൃദ്ധമാണ് ഇവിടുത്തെ ചുമരുകൾ. മഹാഭാരതത്തിലെയും രാമായണത്തിലെയും നിരവധി കഥാസന്ദർഭങ്ങൾ ഇവിടെ ക്ഷേത്ര ചുവരുകളിൽ കൊത്തിവെച്ചിട്ടുണ്ട്. ഹൊയ്സാലേശ്വര ക്ഷേത്രങ്ങളുടെ മറ്റൊരു പ്രത്യേകതയാണ് ഗരുഡസ്തംഭം. പ്രധാന കോവിലിന് തൊട്ടുപുറത്തായാണ് ഇതുള്ളത്. രാജാവിനെയും രാജ്ഞിയെയും സംരക്ഷിക്കുന്ന ആളായാണ് ഗരുഡനെ കണക്കാക്കുന്നത്. യജമാനന്റെ മരണശേഷം ഗരുഡൻ സ്വയം മരണം സ്വീകരിക്കാറുണ്ടെന്ന് പുരാതന ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. ഇവിടുത്തെ ഗരുഡസ്തംഭം സമർപ്പിച്ചിരിക്കുന്നത് കുരുവലക്ഷ്മ എന്നയാൾക്കാണ്. ഒരു ഗരുഡന്റെ കടമ കൃത്യമായി നിർവഹിച്ച് മരണം വരിച്ച അദ്ദേഹത്തിന്റെ കഥ ഈ തൂണിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഹൊയ്സാല വാസ്തുവിദ്യയിൽ നിർമ്മിച്ച ക്ഷേത്രങ്ങളുടെ പ്രത്യേകതകളിലൊന്നാണ് നക്ഷത്രാകൃതിയിലുള്ള തറ. ചെന്നകേശവ ക്ഷേത്രത്തിലും ഹൊയ്സാലേശ്വര ക്ഷേത്രത്തിലും ഇത് കൃത്യമായി കാണാം. ഇങ്ങനെ ചെയ്യുന്നത് ക്ഷേത്ര ശിക്കാരയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായെന്നാണ് കരുതിപ്പോരുന്നത്. നക്ഷത്ര ആകൃതി ആയതിനാൽ തന്നെയും കൂടുതൽ സ്ഥലങ്ങളിൽ ചിത്രപ്പണികളും കൊത്തുപണികളും നടത്തിയിട്ടുണ്ട് എന്ന് മാത്രമല്ല, സന്ദർശകർക്ക് അവ വിസ്തരിച്ച് കാണുവാനും സാധിക്കുന്നു. ക്ഷേത്ര ചുവരുകളിലെ കൊത്തുപണികൾ പകരം വയ്ക്കാനില്ലാത്തവയാണ്. ഒന്നിനൊന്ന് മികച്ചു നിൽക്കുന്നവയാണ് ക്ഷേത്രത്തിലെ ഓരോ നിർമ്മിതികളും. അതിൽ തന്നെ ഏറ്റവും പ്രധാനം പുറംചുവരിലെ കലാസൃഷ്ടികളാണ്. പുറംചുവരിനെ തിരശ്ചീനമായ പലതരത്തിലുള്ള പാളികളായി വീതം വെച്ചിരിക്കുന്നു. അതിൽ ആദ്യത്തെ പാളിയിൽ ആനകളും, 2ാം പാളിയിൽ സിംഹങ്ങളും, 3ാം പാളിയിൽ രാമായണത്തിന്റെ രംഗങ്ങളും മഹാഭാരതവും ഭാഗവതവും എന്നിവയും, 4ാം പാളിയിൽ പുഷ്പങ്ങളും കൊത്തിയിരിക്കുന്നു.
പുറംഭിത്തിയുടെ മുകൾ ഭാഗത്ത് ശിവപാർവതി, വിഷ്ണു, കൃഷ്ണ തുടങ്ങിയ ഹിന്ദു ദേവതകളുടെ പ്രതിമകൾ ചിത്രീകരിക്കുന്നു. സങ്കീർണമായി കൊത്തിയെടുത്ത ഇവയെ ദക്ഷിണേഷ്യൻ കലയുടെ മാസ്റ്റർ പീസുകളായി കണക്കാക്കാൻ പറ്റും നമുക്ക്. ഇവിടുത്തെ അത്ഭുതപ്പെടുത്തുന്ന നിർമ്മിതി തീർച്ചയായും തൂണുകൾ തന്നെയാണ്. ഇന്നത്തെ കാലത്ത് പോലും മെഷീൻ സഹായമില്ലാതെ ചെയ്യുവാൻ സാധിക്കാത്ത തരത്തിലാണ് ഇവിടുത്തെ തൂണുകൾ നൂറ്റാണ്ടുകൾക്ക് മുൻപ് നിർമ്മിച്ചിരിക്കുന്നത്. സോപ്പ് സ്റ്റോൺ എന്നു പേരായ പ്രത്യേകതരം കല്ലിലാണ് ഈ തൂണുകൾ മുഴുവനും നിർമ്മിച്ചിരിക്കുന്നത്. വളരെ മിനുസത്തിലുള്ള തൂണുകളാണിത്. ഓരോ സ്തംഭങ്ങൾക്ക് ചുറ്റും വൃത്താകൃതിയിലുള്ള വളയങ്ങൾ കാണാം. എന്നാൽ ഇത് എങ്ങനെ നിർമ്മിച്ചു എന്നതിന് കൃത്യമായ ഉത്തരമില്ല. കാരണം ഇത്തരം സങ്കീർണമായ നിർമ്മാണങ്ങൾ യന്ത്രസഹായത്തോടെയല്ലാതെ നടത്തുക എന്നത് അസാധ്യമായ കാര്യം തന്നെയാണ്. കർണാടകയിലെ ഹാസൻ ജില്ലയിലെ ഹലേബിഡുവിലാണ് ഹൊയ്സാലേശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഹസൻ നഗരത്തിൽ നിന്ന് 30 കിലോമീറ്ററും ബാംഗ്ലൂരുവിൽ നിന്ന് 210 കിലോമീറ്റർ ദൂരവും ഇവിടേക്കുണ്ട്.